നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബീഹാറിൽ ജാതിയുടെ പേരിൽ മൃതദേഹത്തോടും കടുത്ത അനാദരവ്. മഹാദളിത് വിഭാഗത്തിൽപ്പെട്ട വയോധികയുടെ മൃതദേഹം പൊതുശ്മശാനത്തിൽ കൊണ്ടുപോകുന്നതിന് ഒരു വിഭാഗം തടഞ്ഞതോടെ മൃതദേഹം റോഡിൽ സംസ്കരിക്കേണ്ടതായി വന്നു. 91 വയസ്സുള്ള ജപ്കി ദേവിയുടെ മൃതദേഹമാണ് റോഡിൽ സംസ്കരിക്കേണ്ടി വന്നത്. സമീപത്തുള്ള കടയുടമയുടെ നേതൃത്വത്തിലാണ് വഴി തടഞ്ഞത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം തങ്ങളുടെ കടയുടെ മുന്നിൽ കൂടി ചുമന്നു പോകുന്നത് അശുദ്ധിയെന്ന് വാദിച്ചാണ് കടയുടമകൾ വൈദികരുടെ ബന്ധുക്കളെ തടഞ്ഞത്. പൊതുശ്മശാനത്തിൽ മൃതദേഹം എത്തിക്കണമെന്നും സംസ്കരിക്കണമെന്നും കാലുപിടിച്ചു പറഞ്ഞിട്ടും കടയുടമകൾ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. പോലീസ് വന്നിട്ടും തർക്കത്തിന് പരിഹാരം ഉണ്ടാക്കാനായില്ല. കോഴിക്കോട് കൊടിയത്തൂരിൽ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച 3 വയസ്സുകാരിക്ക് പുനർജന്മം നൽകിയ ഡ്രൈവർ ഷിനോജ്. റോഡിലേക്ക് ഓടിക്കയറി കുട്ടി ബസ്സിരിക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. ഓട്ടോയിൽ നിന്നിറങ്ങിയ കുട്ടി അമ്മയെ കണ്ട് മറുഭാഗത്തേക്ക് ഓടിയപ്പോഴാണ് കൊടിയത്തൂർ വഴി കോഴിക്കോടേക്ക് പോകുന്ന ബസ്സിന് മുമ്പിൽ പെട്ടത്. ബസ് ഡ്രൈവറായ ഷിനോജിന്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ശമ്പള പരിഷ്കരണ കുടിശ്ശിക, DA കുടിശ്ശിക എന്നിവ അനുവദിക്കുക, എൻട്രി കേഡറിലെ ശമ്പള അപാകതകൾക്ക് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KGM-CTA നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. ബജറ്റിൽ അലോക്കേഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലമെന്ന് സമരക്കാർ വ്യക്തമാക്കി. OP വിഭാഗം പൂർണ്ണമായും തടസ്സപ്പെട്ടതോടെ ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തിയ രോഗികൾ വലിയ ദുരിതത്തിലായി. അത്യാഹിത വിഭാഗങ്ങളെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അധ്യാപനം കൂടി ബഹിഷ്കരിച്ചതോടെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ചർച്ച പരാജയപ്പെട്ടാൽ ഈ മാസം 9 മുതൽ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ നിർത്തിവെച്ച് സമരം കടുപ്പിക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. അതിവേഗ റെയിൽ ഇടനാഴിയും എയിംസും പ്രത്യേക സാമ്പത്തിക പാക്കേജുമൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിന് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെയില്ല. സംസ്ഥാനത്തിന്റെ എല്ലാ ആവശ്യങ്ങളോടും മുഖം തിരിക്കുന്നതാണ് കേന്ദ്ര ബജറ്റ്. എന്നാൽ കനത്ത നിരാശയ്ക്കിടയിലും സമൂഹ മാധ്യമങ്ങളിൽ ചിരി പടർത്തി നിറഞ്ഞു നിൽക്കുന്ന ട്രോളുകളിൽ എല്ലാം കടലാമയാണ് താരം. കോൺഗ്രസ്, CPM നേതാക്കളും സോഷ്യൽ മീഡിയ എഴുത്തുകാരുമൊക്കെ കടലാമയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് കേന്ദ്രത്തെ വിമർശിക്കുന്നത്. കേരളം ആവശ്യപ്പെടാതെ തന്നെ കേന്ദ്രം തന്ന പദ്ധതിയാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തുടർച്ചയായ 2ാം വിജയം. ഫുൾഹാമിനെതിരെയായിരുന്നു അവസാന നിമിഷത്തിൽ വിജയഗോൾ കണ്ടെത്തി യുണൈറ്റഡിന്റെ വിജയം. 74-ാം മിനിറ്റിൽ ബ്രസീൽ താരം മാത്തേവോസ് കുൻഹയ്ക്ക് പകരക്കാരനായി എത്തിയ സ്ലൊവേനിയൻ അറ്റാക്കർ ബെഞ്ചമിൻ സെസ്കോയുടെ വകയായിരുന്നു 94-ാം മിനിറ്റിലെ വിജയഗോൾ. മത്സരം തുടങ്ങി 19-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ ബ്രസീൽ താരം കാസമിറോ യുണൈറ്റഡിന് മുന്നിലെത്തിച്ചു. ആദ്യ പകുതിക്ക് ശേഷം മറ്റൊരു ബ്രസീൽ താരം മാത്തേവോസ് കുൻഹയ്ക്ക് വക 2ാം ഗോളെത്തി. 56-ാം മിനിറ്റിൽ കാസമിറോയുടെ പാസിലായിരുന്നു 2ാം ഗോൾ. തിരിച്ചടിക്കാൻ ശ്രമം നടത്തുന്നതിനിടെ 69-ാം മിനിറ്റിൽ ഫുൾഹാമിന്റെ ജോർജ് കുൻവസ വല ചലിപ്പിച്ചെങ്കിലും വീഡിയോ അമ്പയർ ഓഫ്സൈഡ് വിധിക്കുകയായിരുന്നു. എന്നാൽ 85-ാം മിനിറ്റിൽ ഫുൾഹാമിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി കിക്ക് അവരുടെ മെക്സിക്കൻ താരം റൗൾ ജെമിനസ് വലയിലെത്തിച്ചു. സ്കോർ 2-1. 6 മിനിറ്റിന് ശേഷം ഫുൾഹാമിന്റെ സമനില ഗോളും എത്തി. ഇംഗ്ലീഷ് താരം സെസിഗ്നോൻ റയാന്റെ പാസിൽ ബ്രസീൽ താരം കെവിൻ സാന്റോസ് ആണ് സമനില പിടിച്ചു നിർത്താൻ പക്ഷേ ഫുൾഹാം താരങ്ങൾക്കായില്ല. ബെഞ്ചമിൻ സെസ്കോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിജയഗോൾ കണ്ടെത്തി. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.